അന്വേഷിപ്പിൻ കണ്ടെത്തും. ഡയറക്റ്റഡ് ബൈ ഡാർവിൻ കുര്യാക്കോസ്. സിനിമയുടെ റിവ്യൂവിൽ കടക്കണം മുന്നേ എനിക്ക് രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. അതായത് ഒന്ന്, നിങ്ങൾ സിനിമ കണ്ടവരുടെ അല്ല കാണാത്തവരുടെ എനിക്ക് പറയാനുള്ളത്. സിനിമ കാണാത്തവരാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ സിനിമ കാണാൻ പോകുന്ന സമയത്ത് കണ്ണൂർ സ്ക്വാഡ് പോലത്തെ, അതല്ലാന്നുണ്ടെങ്കിൽ ടൊവിനോൻ്റെ തന്നെ ഇതിന് മുന്നത്തെ കൽക്കി പോലത്തെ സിനിമകൾ പ്രതീക്ഷിച്ച് പോകരുത്. ഇത് ടീച്ചർ കണ്ട ആരും പ്രതീക്ഷിച്ച് പോകില്ല എന്നുള്ളത് ശരിയാണ്. ബട്ട് കുറച്ചെങ്കിലും പേര് ഞാൻ ചിലത് കണ്ട് കമ്പയർ ചെയ്തിട്ടുള്ള ചില വീഡിയോസ് കണ്ട്. ഞാൻ അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ ഈ സിനിമയും അത് കണ്ണൂർ സ്ക്വാഡിനായിട്ടാണ് മെയിനായിട്ട് കമ്പയർ ചെയ്തിട്ട് വരുന്നത്. അപ്പോൾ ഞാൻ പറയാനുള്ളത്, ഇത് രണ്ടും ഡിഫറെൻറ്റ് സ്ക്രിപ്റ്റാണ്. നടക്കുന്ന ഇൻസിഡൻസ് വേറെ വേറെയാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാൻ പറ്റിയ ഒരു രണ്ട് സിനിമകളല്ല കണ്ണൂർ സ്ക്വാഡും അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന് പറഞ്ഞ സിനിമയും. ഈവൻ കൽക്കും അങ്ങനെ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ആദ്യം സിനിമ ഞാൻ റിവ്യൂക്ക് കിടക്കണം മുന്നേ അതൊന്ന് ക്ലിയർ ചെയ്തെന്നുള്ളൂ. സോ സിനിമ ഞാൻ കണ്ടിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ തന്നെ വീഡിയോ ചെയ്യണം. ആൻഡ് ഐ ലൈക്ക് ദി മൂവി. പ്രത്യേകിച്ച് വലിയൊരു ഹൈപ്പൊന്നും ഇല്ലാതെയാണ് സിനിമ കാണാൻ കയറുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിചാരിച്ച പോലെ തന്നെ, അതായത് ആദ്യം എടുത്ത് പറഞ്ഞതിൻ്റെ പ്രൊമോഷൻ ഉണ്ടല്ലോ, സിനിമേൻ്റെ പ്രൊമോഷനിൽ ടൊവിനോ അതേപോലെ തന്നെ ബാക്കിയുള്ള ഈ സിനിമയുടെ ക്രൂ മെമ്പേഴ്സ് കാണിച്ചൊരു എന്താ പറയുക നല്ല മനസ്സെന്ന് പറയല്ലോ, അത് അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തള്ളി മറിച്ചിട്ടില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. തള്ളിയിട്ടില്ല. ഓ മേ, എന്തൊരാശ്വാസം. അത് എന്താണ് സിനിമ, ഇങ്ങനത്തെ സിനിമാവും അങ്ങനത്തെ സിനിമാവും അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സംഭവമല്ല, എന്നാലും നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ ഡിസപ്പോയിൻറ്റഡ് ആവില്ല എന്നുള്ള രീതിയിലാണ് ടൊവിനോ ആണെന്നുണ്ടെങ്കിലും ബാക്കി ആക്ടേഴ്സ് ആണെങ്കിലും ഒക്കെ അവർ പറഞ്ഞത്. ആൻഡ് അത് തന്നെയാണ് സിനിമ. അതായത് റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു സിനിമയാണ്. അത് ചില ആൾക്കാർക്ക് അത് പറ്റിക്കൊള്ളണമെന്നില്ല. ഞാനങ്ങനെ പറയാനുള്ള കാരണം ഇത് റിയലിസ്റ്റിക് ആയി പോകുന്നുണ്ടെന്നുള്ളതാണ്. അത് ഭയങ്കരപ്പെട്ട ടൊവിനോ ഒരു ഈ പോലീസ് ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ആക്ഷന്, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ഒക്കെ ചിലപ്പോൾ മനസ്സിൽ കയറി പിടിച്ചിട്ട് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ ഡിസപ്പോയിൻറ്റഡ് ആവും. ബട്ട് ഇത് ഞാൻ പറയാം, റിയലിസ്റ്റിക് സംഭവമാണ് നടക്കുന്നത്. അതായത് ഒരു സമയത്ത് പോലും ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സംഭവം ഈ സിനിമയിൽ എവിടെയും വരുന്നില്ല. അതായത് ഇത് ഒന്നാമത് 90s നടക്കണ 93 അങ്ങനെ എന്തോ ആ സമയത്ത് നടക്കണ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ്. അപ്പോൾ അത് ആ സമയത്ത് നടക്കുന്ന സമയത്ത് അറിയാലോ, അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും ടെക്നോളജി വളർന്നിട്ടില്ല. അന്നിപ്പോൾ ഈ പറഞ്ഞ സൈബർ സെല്ലില്ല, മറ്റെന്താ പറയുക, ഹാക്കർമാരില്ല, മറ്റേ ഫോൺ ട്രേസ് ചെയ്ത് പിടിക്കണം, അങ്ങനത്തെ യാതൊരു സംഭവം ഇല്ലാത്ത സമയത്തുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടല്ലോ. അതായത് നമ്മളെ തലച്ചോറ് മാത്രമേ വർക്ക് ചെയ്യുള്ളൂ, വേറെ ടെക്നോളജി ഇല്ല. അത് അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷനാണ് ഇത്. അത് ഒരൊറ്റ ഇൻവെസ്റ്റിഗേഷനല്ല വരുന്നത്. ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്, സെക്കൻഡ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ. സ്പോയിലർ ഒന്നല്ല, രണ്ട് ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട് ഇതിൽ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ സമയത്ത് ഞാൻ സെക്കൻഡ് ഹാഫ് ഒരു വലിച്ചു നീട്ടലാവും എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നത്. അത് വരാനുള്ള കാരണം ഫസ്റ്റ് ഹാഫിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം കഴിഞ്ഞു, പിന്നെ എന്തിനാണ് ഇനിയിപ്പോൾ അവിടെ ഒരു സെക്കൻഡ് ഹാഫ് ഇനിയിപ്പോൾ എന്താവും എന്നുള്ളൊരു ചിന്ത വന്നിരുന്നത്. സെക്കൻഡ് ഹാഫിൽ കംപ്ലീറ്റ് ഡിഫറെൻറ്റ് സ്റ്റോറിയാണ്. അതായത് രണ്ട് ക്രൈം ത്രില്ലർ യോജിപ്പിച്ചിട്ട് ഒരൊറ്റ സിനിമ ആക്കിയിട്ട്, അതാണ് ഞാൻ ആദ്യം എനിക്ക് എടുത്ത് പറയാനുള്ളത്. കാരണം ഈ ഒരു ഇതിൻ്റെ ഡയറക്ടർ ഈ രണ്ട് ക്രൈം ത്രില്ലർ ഇത് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എടുത്തിരിക്കുന്ന സമയം എന്ന് പറയുന്നത് 2.5 മണിക്കൂറാണ്. ഈ 2.5 മണിക്കൂറിൻ്റെ 2.5 മണിക്കൂർ ചില വലിയ ആൾക്കാർ ഒരു സിനിമേനെ 3.5 മണിക്കൂർ ഒരു കാര്യമില്ലാതെ കൊണ്ടുപോകും. അവിടെയാണ് ഒരു പുതുമുഖ സംവിധായകൻ. ഈസ് എ ബിഗിനർ എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയോ ടാലൻറ്റോ വെച്ചിട്ടല്ല ഞാൻ അദ്ദേഹം ബിഗിനർ എന്ന് പറയുന്നത്. അദ്ദേഹം ആദ്യമായിട്ടാണ് സിനിമ എടുക്കണം, അതുകൊണ്ടാണ് ഞാൻ ബിഗിനർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു ബിഗിനറിനെ സംബന്ധിച്ചിടത്തോളം ബിഗിനറിനെ സംബന്ധിക്കേണ്ട കാര്യമില്ല. ഈവൻ ദോ ബിഗിനർ ആണെങ്കിലും അല്ലെങ്കിലും ഇങ്ങനത്തെ ഒരു മൂവി 2.5 മണിക്കൂറുണ്ട്, രണ്ട് ക്രൈം ത്രില്ലർ പറഞ്ഞു പോയിട്ടുണ്ട്, രണ്ട് ടൈപ്പ് ഓഫ് ക്രൈം ത്രില്ലർ. അതായത് രണ്ടാമത്തെ ക്രൈം ത്രില്ലർ വരുമ്പോൾ കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ് ഇതിൽ വരുന്നത്. അത് ഫസ്റ്റ് ഹാഫിന് ഒരു ബന്ധമില്ല, സെക്കൻഡ് ഹാഫിക്ക് വരുന്ന സമയത്ത് കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് ഇത് ഈ ഞാൻ പറഞ്ഞല്ലോ, ഈ കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, ഡയറക്ടർ ഈ സിനിമ ഇങ്ങനെ എടുത്തു പോകുമ്പോൾ നല്ല രീതിയിൽ എടുത്തു പോയിട്ടുണ്ട്. അത് ഇത്രയും ഇമോഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഇവരെ ഈ സംഭവം ഉണ്ടല്ലോ, ഇപ്പോൾ സാധാ പോലീസുകാരൻ പറഞ്ഞ് വലിയ പോലീസുകാരൻ കേൾക്കൂല, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ ഇതിൽ വേറെ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഇന്ദ്രൻ സാറുണ്ട്, ഷമ്മി തിലകൻ സാറുണ്ട്, അതിൽ ഹർഷവർദ്ധൻ സാർ വരുന്നുണ്ട്, സിദ്ദിഖ് സാറുണ്ട്. ഇവർ ഈ ക്യാരക്ടേഴ്സിനൊക്കെ തന്നെ എല്ലാവർക്കും കുറേ സ്പേസ് കിട്ടിയിട്ടില്ലെങ്കിൽ പോലും എല്ലാവർക്കും ഇമ്പാക്റ്റ് വരുത്താൻ, അതായത് പെർഫോം ചെയ്യാനുള്ള, അതിപ്പോൾ ഒരു ക്യാരക്ടർ 5 മിനിറ്റേ വരുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അത് നല്ല രീതിയിൽ മറ്റേ പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കൊടുക്കും ചെയ്ത് രണ്ട് ക്രൈം ത്രില്ലറിൽ കൂടെ പറഞ്ഞു പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ വിത്തിൻ 2.5 മണിക്കൂറിൻ്റെ ഉള്ളിൽ ഇതൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഹീ ഈസ് എ ഫാന്റാസ്റ്റിക് ഡയറക്ടർ. അതിന് ഒരു തർക്കമില്ല. അത് ഇതിൽ വളരെ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. കാരണം റിയലിസ്റ്റിക് ആയിട്ട് പോകുമ്പോൾ ലാഗ് ഇല്ലാതെ പോകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെ ഒരു സിനിമ മേക്ക് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. എനിക്ക് ലാഗ് തോന്നിയിട്ടില്ല, ചിലർക്കൊക്കെ പറഞ്ഞു അവിടെ ഇവിടെയൊക്കെ ലാഗുള്ള പോലെ ഉണ്ട് എന്നുള്ളത് തോന്നി. അത് മൈന്യൂട്ട് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, ലാഗ് ഉണ്ടോ, അയ്യോ അമ്മേ ലാഗ് ഉണ്ടോ എന്ന് ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവിടെയും ഇവിടെയും ലാഗ് ഉണ്ടാവുമായിരിക്കും. ഞാൻ അത്രയും സൂക്ഷ്മമായി കണ്ടിട്ട് തെറ്റുകുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ആളല്ലേ. നമ്മളിങ്ങനെ വളരെ നാച്ചുറലായിട്ട് ഇരുന്ന് കാണുമ്പോൾ നമ്മളെ നേക്കഡായിൽ പെടുന്ന സംഭവങ്ങളാണ് ഞാനിവിടെ ഈ ചാനലിൽ വന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ദിസ് മൂവി റിയലിസ്റ്റിക് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല, ഇങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് സംഭവം ഉണ്ടല്ലോ, അതെല്ലാവർക്കും പറ്റിക്കൊള്ളുന്നില്ല. ബട്ട് ഐ ലൈക്ക് ദി മൂവി. നല്ല രീതിയിലാണ്, ഒരു തഞ്ചത്തിനാണ് പോണത്, ഭയങ്കരമായിട്ട് പേടിച്ചു പൊപ്പും ശരി സിനിമ ഇങ്ങനെ സംഭവമല്ല.
നല്ല രീതിയിലാണ് പോകുന്നത്. ഇതിൽ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉണ്ട്. ഞാൻ പറയാം, ത്രില്ലിംഗ് മൊമെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആവേശത്തിൻ്റെ മുൾമുനയിൽ നിന്നുകൊണ്ട് അതല്ല, വളരെ നാച്ചുറലായിട്ട്, അതായത് ഒരു പോലീസ് ഓഫീസർ 90s ഒരു ഇൻവെസ്റ്റിഗേഷനായിട്ട് ഇറങ്ങുമ്പോൾ അതിലെന്തൊക്കെയാണ് സംഭവിക്കുക അത് തന്നെയാണ് സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ 90s ഈ ഒരു സ്റ്റോറി കൺവേർട്ട് ചെയ്യണമല്ലോ, അതായത് അപ്പോൾ അവിടെ മെയിനായിട്ട് വരുന്നത് ആർട്ടും പിന്നെ പെർഫോമൻസും. കാരണം ഇതിൽ ടോബിയൊക്കെ സല്യൂട്ട് അടിക്കുമ്പോൾ ഇങ്ങനെയാണ് സല്യൂട്ട് അടിക്കുന്നത്. അത് ഈ 90s ഉണ്ടായിരുന്ന പോലീസുകാർ അങ്ങനെ അടിക്കില്ല. ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അടിക്കും. പക്ഷെ ഇപ്പോൾ അതിൽ ടോബിന് ഇങ്ങനെയൊക്കെ സാധാരണ പറഞ്ഞത് ഇങ്ങനെയൊക്കെയാണ് സല്യൂട്ട് അടിക്കുന്നത്. മൈന്യൂട്ടായിട്ടുള്ള സംഭവങ്ങൾ പോലും ശ്രദ്ധിച്ചിട്ട് അവിടെ ഒന്നും മിസ്റ്റേക്സ് വരാതെയാണ് ഈ 90s ഈ സ്റ്റോറി കൺവേർട്ട് ചെയ്തിട്ടുള്ളത്. അത് നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. അത് പോലീസുകാരെ ഒരു ബോഡി ലാംഗ്വേജ് ആണെന്നുണ്ടെങ്കിൽ ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഒരു ബോഡി ലാംഗ്വേജ് ആണെങ്കിൽ എന്താണെന്നുണ്ടെങ്കിലും അത് നല്ല രീതിയിൽ ഒരു മിസ്റ്റേക്ക് വരാതെ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ തോന്നാം ഇത് 90s സംഭവിക്കുന്നത്. അവിടെ വേറെ തർക്കമില്ല, 90s സംഭവിക്കുന്നത്. കാരണം അത്ര നല്ല രീതിയിലാണ് മേക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ സിനിമൻ്റെ ഫസ്റ്റ് ഹാഫ് കഴിയുന്ന സമയത്ത് അവിടെ കുറച്ചൊരു സ്ട്രെച്ചഡായിട്ട് ചെറുതായിട്ട് മൈന്യൂട്ടായിട്ട് ഒരു സ്ട്രെച്ചായ പോലെ ഒരു ഫീൽ തോന്നി. അതേപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഒരു പുതിയ ക്രൈമിന് ഈ പുതിയൊരു ക്രൈമിന് പിന്നാലെ പോണ സമയത്തും ഇത് സെക്കൻഡ് ഹാഫിൽ തുടങ്ങുന്ന സമയത്തും ചെറുതായിട്ടൊന്ന് സ്ട്രെച്ചഡായിട്ട് പോയ പോലെ തോന്നി. പക്ഷെ അതൊന്നും സിനിമനൊന്നും ഒരു രീതിയിലും നെഗറ്റീവായിട്ട് ബാധിക്കണില്ല എന്നുള്ളത് എനിക്ക് പേഴ്സണലി തോന്നിയത്. പിന്നെ ടൊവിനോ, വാട്ട് ആൻ ആക്ടർ, അടിപൊളി, ഒന്നാമത് മുട്ടാൻ ലുക്കാണ്, സൂപ്പർ ഫിഗറാണ് അദ്ദേഹം. പിന്നെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ ടൊവിനോക്ക് സിമ്പിളാണ് ഇത്, മനസ്സിലായി. ടൊവിനോക്ക് സിമ്പിളായിട്ട് ചെയ്ത് കഴിയാളുള്ളൂ. ബട്ട് സ്റ്റിൽ അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. നടൻ അദ്ദേഹത്തിൻ്റെ കഴിവിൻ്റെ പരമാവധി എടുത്തോല്ല ഇതൊന്നും നമുക്കറിയണ്ട. നമ്മൾ തിയേറ്ററിൽ സ്ക്രീനിൽ കാണുമ്പോൾ അത് വെടുപ്പായിരിക്കണം. അത് ടൊവിനോയുടെ ക്യാരക്ടർ നല്ല വെടുപ്പായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് എനിക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ തോന്നിയത്. അത് മാത്രമല്ല, പിന്നെ ഇതിൽ വരുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പം ഇതിൽ ബാബുരാജ് ഉണ്ട്, സിദ്ദീഖ് ഉണ്ട്, ഇന്ദ്രൻ സാർ ഉണ്ട്, സമുദ്രികൻ സാർ ഉണ്ട്. ഇവരൊക്കെ ഇതിൽ വന്ന് പോണ സമയത്തൊക്കെ ഇവർക്കൊക്കെ സിമ്പിളാണ്. അത് കാരണം ഈ പറഞ്ഞ പേരുകളൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആക്ടേഴ്സാണ്. അപ്പോൾ ഇവരൊക്കെ ഇതിലേക്ക് സ്ക്രീനിലേക്ക് വരുന്ന സമയത്ത് അപ്പോൾ നല്ല രീതിയിൽ പെർഫോം ഒക്കെ ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. അതിനൊന്നും എടുത്ത് ഇങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല. സോ എനിക്ക് തോന്നുന്നു തിയേറ്ററിൽ പോയി കാണണം എന്നുള്ളത് തന്നെയാണ് തോന്നുന്നത്. OTT ഇറങ്ങാൻ വേണ്ടി നിൽക്കരുതെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ കൂടുതൽ പറയണമെന്നുണ്ട്, പക്ഷേ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാവും. ആൾസോ പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് രാത്രി 2 മണിക്കാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ പേരുകൾ മ്യൂസിക് ആരാ ചെയ്ത് ആർട്ടാരാ ചെയ്തെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ഇതിലത്തെ ആർട്ടും ഇതിൽ ഈ കൊടുത്തിട്ടുള്ള കളർ ഗ്രേഡിങ്ങും, അതായത് എഡിറ്ററും ഒക്കെ നല്ല രീതിയിൽ ഇത് പണ്ടെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ഇവർ എത്രത്തോളം ഇതിൽ പണ്ടെടുത്തിട്ടുണ്ടാവും എന്നുള്ളത് സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ അതിലേക്ക് റിയലിസ്റ്റിക് ഫീലോട് കൂടി പോകുന്ന സിനിമയും കൂടെ ആകുമ്പോൾ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഇതിന് മുന്നത്തെ സിനിമ അതേപോലെ തന്നെയാണ് ഇതിന് മുന്നൊക്കെ ഇറങ്ങി അതേപോലെ അങ്ങനെ പറയരുത്. കാരണം ഒരു ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അതിൽ ഈ മെയിൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാവും, അതെന്തായാലും മാറാൻ പോകുന്നില്ല. ക്രൈം ത്രില്ലർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ക്രൈം നടക്കും, അപ്പോൾ കണ്ടുപിടിക്കാനായിട്ട് നായകൻ വരുമോ, ലാസ്റ്റ് എന്താ ഉണ്ടാവുക, അതന്നെ കണ്ടുപിടിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഈ സിനിമയിലും പറയുന്നത്. അപ്പോൾ അതിനെന്ത് മാറ്റം വരുത്താനാണ്, പക്ഷെ അത് എങ്ങനെ പിടിക്കണമെന്നുള്ളതിൽ മാറ്റം വരുത്താം. ആ മാറ്റം ഇതിലുണ്ട്. അതായത് ഇങ്ങനത്തെ സിനിമ അധികം ഇറങ്ങിയിട്ടില്ല, അതായത് ഈ അടുത്ത കാലത്ത് ഇറങ്ങിയിട്ടില്ല, തീരെ ഇറങ്ങിയിട്ടില്ല എന്നല്ല, ഈ 90s നടക്കണ അങ്ങനത്തെ ഒരു സ്റ്റോറി ഉണ്ടല്ലോ, ഈ സൈബർ സെല്ലും ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞു പോണ കാര്യങ്ങൾ, അങ്ങനത്തെ ഒരു ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറിന് അവകാശപ്പെടാൻ പറ്റിയ സിനിമ അധികം ഇറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. പ്രത്യേകിച്ച് ഈ കാലത്ത് തീരെ ഇറങ്ങിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. അപ്പം അങ്ങനത്തെ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ദിസ് ഈസ് എ ഗുഡ് മൂവി. അങ്ങനെ ഭയങ്കര മാസ്റ്റർ പീസ് എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. പക്ഷേ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി സിനിമ ഇരുന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടിക്കറ്റിൻ്റെ പൈസ പോയല്ലോ അങ്ങനത്തെ ഒരു ഫീൽ ഒരാൾക്ക് വരുമെന്നുള്ള ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയില്ല. ഐ തിങ്ക് എവരി വൺ ഡിഡ് ദെയർ ജോബ്. നല്ല രീതിയിൽ മേക്ക് ചെയ്തിട്ടുണ്ട്. യെസ്. അതിന് പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതിൽ ഈ ചില സമയത്ത് ഡും 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 എന്നുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉണ്ട്. വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞ ഒക്കെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ പോകുന്നത്, ഒന്നും ഒരു കോംപ്ലിക്കേറ്റഡ് അല്ലാതെയാണ് പോകുന്നത്. ഡും 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 എന്നൊക്കെ അത് നല്ല തിയേറ്ററിൽ പോയി ഇരുന്ന് കാണട്ടാ, നല്ല സ്പീക്കറിൽ, അപ്പോൾ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിൻ്റെ പവർ മനസ്സിലാവുള്ളൂ. അത് ഡും 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 ഈ ഒച്ച ഇങ്ങനെ വരുമ്പോൾ ഇത് ആ സീനിൻ്റെ ഈ സ്വഭാവം തന്നെ മാറണം. ഈവൻ എന്താ വെച്ചാൽ നോർമൽ സീൻ, ഒരു സാധാ ഒരു സീനാണെങ്കിൽ പോലും ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അതിനെ അപ്ലിഫ്റ്റ് ചെയ്യണം. അതിനാണല്ലോ ബാക്ക്ഗ്രൗണ്ട് സ്കോർ. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോർ നല്ല രീതിയിൽ സീൻ ബൈ സീൻ അപ്ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ ഈ ഓവറോൾ എനിക്കൊരു നല്ലൊരു എബവ് ആവറേജ് എക്സ്പീരിയൻസ് തന്നെയാണ് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ കിട്ടിയത്. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് മറന്നുപോയി. യെസ്, ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ്, അവസാനമായിട്ട് ഒന്നും കൂടി പറയാം. വീഡിയോൻ്റെ അവസാനം അത് അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള, അതായത് ഭയങ്കര ആക്ഷന്, അത് മറ്റേത് മറിച്ചത് ഇതൊന്നും ഇല്ല. അതിന് മൗത്ത് വേർഡ് വെച്ചിട്ടാണ് ഈ സിനിമ ഫുൾ ഡെവലപ്പായി പോകണം. അത് CBI ആയിട്ട് കണ്ടിട്ടില്ല, അതിലൊന്നും വയലൻസ് ഇല്ലെങ്കിൽ ആക്ഷൻ ഒന്നും ഇല്ലല്ലോ. അതാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് അതേപോലെ പോകണം. അതായത് ഈ ഒരു ആക്ഷൻ ഒന്നും ഇല്ലാതെ ഇങ്ങനെ ഒരു ഇതിൽ ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇങ്ങനെ കയറി പോകുന്ന ഒരു ക്രൈം ത്രില്ലറാണ്. അപ്പോൾ അതൊരു വെറൈറ്റി ആയിട്ടുള്ള സംഭവം തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ സിനിമ പോയി കാണുക. അപ്പോൾ ഇതിൻ്റെ അഭിപ്രായം, എനിക്ക് നാട്ടുകാരുടെ അഭിപ്രായം പറയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അഭിപ്രായം പങ്കുവെക്കുക. ദിസ് ഈസ് സാക്കിബ് ടോക്സ്, സൈനിങ് ഔട്ട്.